ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി ഇല്ലാതാക്കിയ ഇവർക്ക് പരമാവധി ശിക്ഷ തൂക്കുകയർ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? അടുത്ത സാധനം എന്ന് പറഞ്ഞാല് പിന്നെ വരുന്നത് ഇതാണ്ടോ, ഈ കൊച്ചിനെ കൊണ്ട് ഒരാള് നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്. 2 കൈയൊക്കെ ഒടിഞ്ഞ് സൈക്കിളിൽ നിന്ന് വീണാന്ന് പറയുന്നു. ആ കൊച്ചിന്റെ ഭാവം ഭയങ്കര കേട്ടോ, അതാണ് ഇതിനകത്ത് ഹൈലൈറ്റ്. ഇതിന്റെ തൊട്ട് പുറകെ മാക്സിമം ആൾക്കാർ കണ്ടന്റ് ഒക്കെ ഇടുന്നുണ്ട്. നോക്കട്ടെ. ഈ ഒരു വീഡിയോ കാണാത്തവരായിട്ട് ഇപ്പൊ ആരും ഇൻസ്റ്റാ ക്ലിപ്പ് ഉണ്ടാക്കില്ല. കാരണം എല്ലാവർക്കും അറിയുന്ന പോലെ ആ കുഞ്ഞിപ്പ ഒരു ലേഡി എന്നുള്ള സെൻസിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എനിക്കൊരു കല്യാണം കഴിച്ചിട്ടില്ല, എനിക്കൊരു പാർട്ട്ണർ ഇല്ല. പക്ഷെ ഒരു 24 ഏജ് മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്കൊരു കുഞ്ഞ് വേണം. ഒരു പെൺകുട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എന്തൊന്ന് പ്രസവിച്ചിട്ട് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു. നിങ്ങൾക്ക് നോക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് സെന്റി പറ്റത്തില്ല. അടുത്ത സെന്റി വേദനിച്ച് വാവയുടെ കൈ ഒടിഞ്ഞപ്പോഴും മുറിവേറ്റപ്പോഴും എന്നെ ചേർത്ത് പിടിക്കേണ്ട അമ്മയെ കാണാഞ്ഞപ്പോൾ. കവിത ഇത് പിന്നെ കവിത എഴുത്തും സെന്റി പറച്ചിലും സങ്കടവും ഇത് കുറേ ഇങ്ങനെ വരും. എല്ലാ ദിവസവും ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ആകെ അറിയാവുന്നത് ഇത് കാണിക്കാനാണല്ലോ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോ ഈ പിള്ളേരൊന്നും ഇങ്ങനെ പറയുന്നതിന് കുറ്റവും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ പലരും ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടു. പലരും ഇപ്പോ ഇത് ആരുടെ കുഴപ്പമാ? ഇതൊക്കെ ആരുടെ കുഴപ്പമാ? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അമ്മയാണോ കുറ്റക്കാരി, അവനാണോ കുറ്റക്കാരൻ? അതെ, അവനെ കൊണ്ട് വരുവാണോ? കൊലപാതകയെ പിന്തു ഇങ്ങനെ കൊന്ന കൊലപാതകയെ വീട്ടിൽ കൊണ്ടുവരുന്ന സീൻ ഭയങ്കര സംഭവമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പത്രക്കാരൻ. എന്ത് സീനറിയത്? ഇത്രയും പോലീസുകാര് ഭയങ്കര മാധ്യമങ്ങളും എല്ലാം കൂടെ കൂടി അവനെ കൊന്നു കഴിഞ്ഞപ്പോ തെളിവെടുപ്പിന് കൊണ്ടുവന്ന സീൻ ഭയങ്കര സീനാ. കണ്ടോ? സൂപ്പർ 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 പോലീസ്, സൂപ്പർ സുരക്ഷ. ഇങ്ങനെ ഒരുത്തരെ പിടിച്ചിട്ട് എന്ത് കാര്യം? എനിക്കറിയില്ല ഇവനെ ഇനി എന്ത് ചെയ്യാൻ? ഇതേപോലത്തെ കുറ്റകൃത്യങ്ങൾ ഒരുപാട് സംഭവിക്കും. അപ്പൊ അവരെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് പോവുക, അല്ലെ അവരെല്ലാം കൂടെ ജയിലിലിടുക, എന്നിട്ട് അവരെല്ലാം കൂടെ തീറ്റിപ്പോറ്റുക. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. മനസ്സിലായോ? ഇതൊക്കെ തടയാൻ എന്താ ഒരു വഴി? അതിനെപ്പറ്റി എന്താ ആലോചിക്കാതെ? ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അതിനൊരു കാരണം ഉണ്ടാകത്തില്ലേ? ഈ കുട്ടിയുടെ ഭർത്താവ് അല്ല അച്ഛൻ, ആ പെണ്ണിന്റെ ഭർത്താവ് മരിച്ചു പോയതാ. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ഇവനെയാ കിട്ടിയത്. അപ്പോ ഈ മരിച്ചുപോയ ഭർത്താവിന്റെ അച്ഛൻ പറയുന്നുണ്ട് കൊച്ചിനെ നോക്കാൻ കഴിയത്തില്ലേ, വീട്ടിൽ നിർത്തിക്കോ, അയാൾ നോക്കിക്കോളാം. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാകുന്ന സംഭവം കൊച്ചിന്റെ 2 കൈയൊക്കെ ഒടിഞ്ഞ് കൊച്ചിനെ അല്ലാതെ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. ഇതിനകത്തിപ്പോ എല്ലാവരുടെ കിടന്ന് മോങ്ങുന്നു. പോലീസുകാരുടെ അതിശക്തമായ ഇടപെടൽ, ഇനി കോടതി ഇടപെടും. നാട്ടുകാരും കവിതയും കഥയും സങ്കടവും, മകനെ മാപ്പ്, മകളെ മാപ്പ്, കുഞ്ഞെ മാപ്പ്, ആ കൊറിയയുടെ മാപ്പ്. ഇതിനകത്ത് സെന്റിമെന്റ്സിനൊന്നും വലിയ സാധ്യതയൊന്നുമില്ല. ആ കൊച്ചിവിടെ ജീവിച്ചിരിക്കുന്നതിന് നല്ലത് മരിക്കുന്നതാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കാരണം അതിനെ ആർക്കും വേണ്ട, ആർക്കും വേണ്ടാത്ത ഒരു മനുഷ്യൻ, അത് കുഞ്ഞോ വലുതോ ആരും ആയിക്കോട്ടെ, ആർക്കും വേണ്ട, ഒന്നിനും കൊള്ളത്തില്ല, ആർക്കും വേണ്ട. അപ്പൊ പിന്നെ മരിക്കുന്നതിന് എന്ത് വിഷമം ഇവിടെ? എനിക്കത് മനസ്സിലാകുന്നില്ല. അതിനകത്ത് എന്ത് വിഷമിക്കുന്നത്? ആർക്കെങ്കിലും എന്തൊരു നഷ്ടമുണ്ടോ ഇവിടെ? ഈ കരയുന്നവർക്ക് എന്തൊരു നഷ്ടമുണ്ടോ? ഇവരെന്തിനായിരിക്കും അപ്പൊ ഈ കരയും വിഷമിക്കുകയും ഈ പോലീസുകാർ ഇത്രയും പണി എടുക്കുകയൊക്കെ ചെയ്യുന്നത്? എന്റെ മാധ്യമങ്ങളെല്ലാം കൂടി ഇത് കിടന്നു അവനൊരു ഭയങ്കര ക്രൂരനാണ്. ഇതാദ്യമായിട്ടൊന്നും അല്ല, ഇവിടെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. എത്ര എണ്ണം? പലതും വാർത്തയൊന്നും ആകത്തില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എന്റെ ബാലയുടെ കേസ് നടക്കുമ്പോൾ തൃക്കാക്കര സ്റ്റേഷനിൽ 2 മക്കളെ പെട്രോൾ ഒഴിച്ചൊരു അപ്പം കൊന്നു. ആ വാർത്തയൊന്നും വന്നില്ല. ആ സമയത്ത് മീഡിയക്കാർ സന്തോഷ് വർക്കിയുടെ വെയിറ്റ് എടുക്കുക പുറത്ത്, സ്റ്റേഷന്റെ പുറത്ത്. അതിനെപ്പറ്റി അറിയാത്ത പോലെ നമ്മളത് കേട്ടപ്പോൾ നമുക്ക് തന്നെ ഒരു ചളിപ്പ് തോന്നി. കാരണം നമ്മളിപ്പോ ഒരു ഈ തെണ്ടിയുടെ ഒക്കെ കേസ് കൊണ്ട് ഇവനൊക്കെ കാണിക്കുന്ന പോക്കൃത്തരം കാരണം വേറൊരു വാർത്തയൊക്കെ ഹൈഡായി പോയി. ഇതെങ്ങനെ വന്നെന്ന് എങ്ങനെ പറഞ്ഞിട്ട് അറിയത്തില്ല. എങ്ങനെ അല്ലാതെ ഒത്തിരി നടക്കുന്നുണ്ട് ഇത്. നമ്മളിപ്പോ കേരള പോലീസിന്റെ എന്താ പറയാ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ
ക്രൈം റേറ്റ് എന്നൊക്കെ പറയുന്നത് എത്ര ഉണ്ട്, എന്തോരം ആൾക്കാരെ കാണാനായിട്ടുണ്ട്, എത്ര പേര് കൊലപാതകം. ഞാൻ ഇപ്പോഴും നോക്കാം, കേരള പോലീസിന്റെ സൈറ്റ് എടുത്ത് നോക്കിയാൽ രസമാണ്. വെബ്സൈറ്റ് അവരുടെ ക്രൈം റെക്കോർഡ്സ് നോക്കണം. ഈ മാസം എത്ര ഇങ്ങനത്തെ കൊലപാതകങ്ങൾ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാണുവേ. അതിനകത്ത് എവിടെ നിന്നാണോ തപ്പിയെടുക്കുന്നത്? ഓ, ശ്രീ വി ഡി സതീഷിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞിടയ്ക്ക് തമിഴ്നാട്ടിലെങ്ങാണ്ട് ഒരു കൊച്ച് പീഡിപ്പിച്ചു കൊന്നെന്ന് പറഞ്ഞ് കേരള ഇന്ത്യ ക്രൈം ക്യാപിറ്റലിൽ നിന്ന്. അതൊക്കെ വെറുതെയാ, അത് വെറുതെയാ. ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ക്രൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങനെ തോന്നുക. ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ 2016, 23 വരെ കാണും. അത് തന്നെ എന്ത് കാണാത്ത തുറക്കുന്നില്ലേ? 24 ഉണ്ടല്ലോ. എന്താണ് ഇത് കണ്ട സൈറ്റ് തുറന്നു വരുന്ന? കഷ്ടം. നേരത്തെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരുന്ന ആൾ ഇതിനിപ്പോൾ എന്തോ പറ്റി? തീട്ട സൈറ്റ്, തീട്ട ആപ്പ്. ആ കാക്കി കളറും തീട്ടവും പോലെ തോന്നുന്നു ഞാൻ കണ്ടിട്ട്. ഇത്രയും വൃത്തികെട്ട സൈറ്റോ? ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ തുറന്നു വെച്ചേക്കുന്നത്? ഭയങ്കര പരിപാടിയാണ് അവര്. പോലീസുകാരെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. ഇങ്ങനെ ഒരു നാണം കെട്ട ജീവിതം ഇപ്പൊ എന്താ ഇങ്ങനെ ഇവർക്ക്? ക്രൈം എങ്ങനെ തടയാന്ന് ആരും അന്വേഷിക്കുന്നില്ല, അറിയത്തുമില്ല, അതിനെക്കുറിച്ച് ഒരു പഠനവും ഇല്ല, ഒരു പണിയില്ല. ആഭ്യന്തര വകുപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സംഭവമാണെന്ന് പറയുന്നു. അവർ കള്ളനെ പിടിക്കും കേട്ടോ. ഇപ്പൊ കണ്ടവനെ പിടിച്ചില്ല, ഭയങ്കരല്ലേ, എന്ത് ക്രെഡിറ്റ് ആയിപ്പോയി, ഭയങ്കര പിടുത്തമായി പോയി. ആ കൊച്ചിന്റെ പ്രശ്നം ഇവിടെ കിടക്കുന്നറിയാവോ? ഈ കുട്ടിക്ക് കൈയൊടിഞ്ഞതിനകത്തോ അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞതിനകത്തോ ഈ ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ, ഇത് ഗവൺമെന്റ് ആശുപത്രിയിലായിരിക്കും പോയേക്കുന്നത്. അവിടെ ഈ കൊച്ചിനെ കാര്യമായി പരിശോധനകൾ നടത്തുമ്പോൾ ആ കൊച്ചിനോട് വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു രീതി ഇവിടെ ഇല്ല. ഇപ്പൊ പേരൻസ് കൊണ്ടുവന്നാൽ അവരെ മാറ്റി നിർത്തി കൊച്ചിനോട് വളരെ സൗഹൃദപരമായി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതൊക്കെ മനസ്സിലാക്കണം. എന്ത് പറ്റി, ഇവിടെ എന്താ മുന്നേ പറ്റിയത്, ആരെ ഉന്തിയിട്ടെന്നൊക്കെ ചോദിക്കണം. അപ്പൊ കൊച്ചു പറയാം, അതെന്റെ അച്ഛൻ അങ്ങനെ ചെയ്തു. ആരെ അച്ഛന്റെ പേരെന്താ? ഓക്കെ, വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണം. കൊച്ചുങ്ങളെയൊക്കെ കാര്യങ്ങൾ അങ്ങനെ റെക്കോർഡ് ചെയ്ത് ഒരു തെളിവൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാ കുട്ടികളും വരുമ്പോഴും വളരെ നല്ല രീതിയിൽ ഇടപെടാൻ കഴിവുള്ള, ഇത് കുട്ടികളോട് ഇടപെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള, അതുമല്ല അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വിടാനും പാടില്ല. അതാണ് ആ റിയൽ കെയർ. കൊച്ചുങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും വീണതാണോ ഉന്തി ഇട്ടതാണോ എന്ന് കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പ്രായമുള്ളവർ. ഈ രണ്ട് സ്ഥലത്തുമാണ് പ്രശ്നം. സമനില തെറ്റിയിരിക്കുന്നവർ, അവരെ മനസ്സിലാക്കാൻ പാടാണ്. മാനസിക രോഗികളുടെ കാര്യം വലിയ കഷ്ടമാണ്. അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആരോഗ്യ സുരക്ഷാ വകുപ്പിന്. മെന്റൽ ഹെൽത്ത് ഇതുവരെ നമുക്കതൊന്നും അറിയത്തില്ല, നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോ ഈ കുട്ടികളെ ശ്രദ്ധിക്കുന്ന കാര്യത്തില് ഇവിടെ കണ്ടില്ലേ, ഇപ്പൊ അമ്മയെ കുറ്റം പറയുന്നു. ആ അമ്മയെ കുറ്റം പറയും, അമ്മ ശരിയല്ല, അമ്മ എന്തുകൊണ്ടത് റിപ്പോർട്ട് ചെയ്തില്ല. ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു അപായം ഉണ്ടാവും. ഒരാൾ കൊച്ചിനെ, ഞാൻ പറയാം, പിള്ളേരെ ചെറുതായിട്ട് ഉപദ്രവിച്ചാൽ വരെ അയാൾക്ക് ഒരു മാനസിക പ്രശ്നമുണ്ട്. അത് തന്നെക്കാൾ ആരോഗ്യം കുറഞ്ഞ ആൾക്കാർ, തന്നെക്കാൾ കഴിവ് കുറഞ്ഞ ആളുകൾ, പ്രായത്തിൽ ഒരുപാട് കുറഞ്ഞവര്, ഇവരെയൊക്കെ പീഡിപ്പിക്കാനുള്ളൊരു ടെൻഡൻസി, അത് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അവരെ വേദനിപ്പിക്കാനൊരു ടെൻഡൻസി ഒരു മനുഷ്യൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അത്രത്തോളം എമ്പതി ഇല്ലാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. മാനസിക രോഗത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഒരു മനുഷ്യന് എമ്പതി നഷ്ടപ്പെടുന്നത്. അത് എവിടെ വേണേലും പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു. അത് എല്ലാവർക്കും അറിയേണ്ടതാണത്. അങ്ങനെ ഒരു ക്യാരക്ടർ, ഇപ്പോൾ ഒരു മൃഗത്തെ, ഒരു നിരുപദ്രവകാരിയായ ഒരു പട്ടിക്കുഞ്ഞിനെ തല്ലിക്കൊല്ലുക, പൂച്ചയെ കെട്ടി തൂക്കിയിടുക, ഇതൊക്കെ മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. നോ എംപതി disorder. A lack of empathy is a core feature of several cluster B personality disorders, most notably antisocial personality disorders and narcissistic personality disorders. While they share an empathy deficit, these conditions manifest in distinct ways. As with this, we frequently disagree rights, feelings, how empathy presents. They typically have an absence of emotional empathy, that they don't feel the distress of others. However, many possessive high cognitive empathy. ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്നത്. ഇതൊക്കെ ചുമ്മാ ഗൂഗിളിലൊക്കെ ചുമ്മാ സെർച്ച് ചെയ്താൽ മതി, അതിനകത്തുണ്ട്. ഞാനിന്ന് പണ്ടെങ്ങാണ്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ഇതിനെപ്പറ്റി വിശദമായ പഠനം നടത്തുന്ന ആളൊന്നുമല്ല, അതുകൊണ്ട് വിശദമായ പഠനം നടത്തിയിട്ടുമില്ല. അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞുതരാം, അങ്ങനെ ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. ഞാൻ പറയത്തില്ലേ, ബസ്സിലൊന്നും ഇതും കാണിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഡിസോർഡർ, ഒരു പെൺകുട്ടിയുടെ അനുവാദം ഇല്ലാതെ ചെന്ന് ബസ്സിൽ കയറി നമ്മളെ പിടിക്കാനും തട്ടാനും മുട്ടാനും അത് കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യാനും ആർക്കെങ്കിലും പറ്റുമോ? മെന്റൽ ഡിസോർഡർ. ഇതിനെ ഇങ്ങനെ അഡ്രസ് ചെയ്തിട്ടില്ല. ഇവിടെ ആശുപത്രികളിലോ ഒന്നും ഈ വക പേഷ്യൻസിനെ കണ്ടെത്തി അവർക്ക് ഗവൺമെന്റായിട്ട് തന്നെ ചികിത്സ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇമാതിരി ആളുകളെ എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്നവരാണ്, വഴി തീണ തെണ്ടി നടക്കുന്നവരുണ്ട്. അവർക്ക് ട്രീറ്റ്മെന്റും കെയറുമാണ് കിട്ടേണ്ടത്. പക്ഷെ ഒന്നും കിട്ടാതെ അവർ ഇതൊരു എന്തെങ്കിലും ഒരു അതിക്രമം ചെയ്ത് കഴിയുമ്പോൾ അവനെ കൊണ്ട് ജയിലിലിടുക,
എന്നിട്ട് കൈയില്ലാത്തവനെ ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ, ഗോവിന്ദച്ചാമിയാന്നൊക്കെ പറഞ്ഞ് അതിനെ തീറ്റിപ്പോയിട്ട് കുറെ നാൾ കൊണ്ടു നടത്തുക, അപ്പോൾ ജീവൻ പോയി. ഇങ്ങനെ സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉള്ള ഒരാളെയും ഇവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അവർക്ക് വേണ്ട ഒരു കെയറും ഒരു ട്രീറ്റ്മെന്റും കൃത്യമായി കിട്ടുന്നില്ല. അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടാത്ത മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ പൈസയുള്ള വീട്ടിലുള്ളവന് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആ വീട്ടുകാരുടെ കാശുള്ളത് കൊണ്ട് കെയർ ചെയ്യുന്നുണ്ട്. നേരത്തെ ശാരീരിക എന്താ പറയും ഫിസിക്കൽ ഹെൽത്ത് ഗവൺമെന്റ് ശ്രദ്ധിച്ചു. അങ്ങനെ ന്യൂട്രീഷൻ ഒന്നും കിട്ടാത്ത കുട്ടികൾക്ക്, അതായത് വളരെ ദാരിദ്ര്യത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അങ്ങനത്തെയുള്ള വീടുകളിലൊക്കെ ഇതിന് വേണ്ടുന്ന ആഹാരങ്ങളും ഒക്കെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇൻഫാന്റ് ഡെത്ത് റേറ്റ്സ് ഒക്കെ കുറഞ്ഞു. അതുപോലെ തന്നെ ശാരീരികമായ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ സാധിച്ചു. അങ്ങനെ വാർത്തിരിക്കുമ്പോഴാണ് മാനസികാരോഗ്യം എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഒരുപാട് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ടും അതിനെപ്പറ്റി ഒന്നും ചെയ്യാത്ത ഗവൺമെന്റ് ആയിരുന്നു നമ്മുടെ ഗവൺമെന്റ്. ഇതൊരു 15 വർഷം മുമ്പ് തൊട്ട് ചെയ്യേണ്ടതാണ്. ഉമ്മൻചാണ്ടി സർക്കാർ തൊട്ട് പിണറായി വിജയൻ ഇറങ്ങുമ്പോൾ വരെയും അതുപോലെ തന്നെ VD സതീഷിന്റെ സർക്കാരിനും ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഏരിയ ചെയ്യാൻ പോയാൽ നല്ല രീതിയിൽ ഫണ്ട് വേണ്ടി വരും. ഒരുപാട് പേർക്ക് കെയർ ചെയ്യേണ്ടി വരും. ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. പ്രായമുള്ളവരെയും ഏത് വയസ്സിലാണോ മാനസികരോഗത്തിലാണോ ചിലർ ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരാറില്ല. എനിക്ക് ഒത്തിരി പേര് നമ്മൾ റോഡിൽ കാണാറില്ല, ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന മുടിയൊക്കെ വളർത്തി. അതൊക്കെ എന്താ? ഒരിക്കൽ ചിലപ്പോൾ സമനില തെറ്റി എന്തെങ്കിലും ഒരു കൊച്ചിനെ എടുത്ത് ബലാത്സംഗം ചെയ്യാനോ ചിലപ്പോൾ ആരെങ്കിലും ഒരു കല്ലെടുത്തെറിഞ്ഞ് കൊല്ലാനോ ഒക്കെ സാധ്യതയുള്ള മനുഷ്യനായി ഇതൊക്കെ. അതവർ ചെയ്ത് കഴിയുമ്പോൾ അവനെ പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ വിട്ട് ഇറക്കി എന്ത് ചെയ്യാനാ? ഇവർക്കെല്ലാം മാനസികമായിട്ട് പ്രശ്നമുണ്ട്. ഇവർക്ക് വല്ല ഡ്രഗ്സിന് അഡിക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ചെറിയ മാനസിക തെറ്റിയവരെല്ലാം ഡ്രഗ് അഡിക്ട്സ് ആണ് ഇവിടെ. അവര് പറയുമ്പോൾ അതിന് കുറ്റം ഡ്രഗ്സിന്, ഇതിന്റെ കുറ്റം എന്തിനാണെന്ന് അറിയത്തില്ല, ആർക്കാന്ന് അറിയത്തില്ല. കുറ്റം മൊത്തം വേറെ എവിടെയെങ്കിലൊക്കെ ചതറിച്ച് വെച്ചേക്കുക. അപ്പൊ ഇവനെ നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായോ? ഇവനെ ചുറ്റുപാടുള്ളവർക്ക് അറിയാം. നിങ്ങൾ എന്താ വിചാരിച്ച ആ പ്രദേശത്തുള്ളവർക്ക് ഇവന്റെ സ്വഭാവം അറിയത്തില്ലെന്നോ? ഇവൻ പ്രശ്നക്കാരനാണെന്നറിയാം, ഇവന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നറിയാം, അവൻ ക്രൈം ചെയ്യുന്നതിന്റെ സ്വഭാവം പോലീസുകാർക്ക് അറിയാം. ഇവൻ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരന്റെ കൂടെ ഇപ്പൊ ഒരു ഭാര്യയും കൊച്ചും താമസിക്കുന്നുണ്ടെന്നറിയാം. ഇല്ലേ? ഇതൊക്കെ സർവൈലൻസിൽ വരണം. അല്ലാതെ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും മാത്രമല്ല, നമുക്ക് പെറ്റിയടിക്കാൻ കിട്ടുന്ന സാഹചര്യത്തിൽ മാത്രമല്ലല്ലോ നമ്മുടെ വിജിലൻസും നമ്മുടെ സർവൈലൻസും നമ്മുടെ സർവ്വസന്നാഹവും ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഒന്നും അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ എന്തുകൊണ്ടാണ് പോലീസുകാർക്ക് ഒരു ഫോളോ അപ്പ് നടത്താൻ പറ്റാത്തത്? അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്രൈം റേറ്റ് കുറഞ്ഞു, ആൾക്കാരുടെ ഭീതി കുറഞ്ഞു. പിന്നെ പോലീസ് എന്തിനാണെന്നൊക്കെ ആൾക്കാർ ചോദിക്കുമായിരിക്കും. പക്ഷേ പോലീസിന് അതിലും നല്ല പണിയാണത്. സമാധാന അന്തരീക്ഷമായി കുറേയൊക്കെ, എല്ലാം 100% ആക്കാൻ പറ്റത്തില്ല. അമേരിക്കയിൽ നടക്കുന്നില്ല, UK നടക്കുന്നില്ല. അമേരിക്ക തോക്കുമായിട്ടൊരു കുട്ടി സ്കൂളിൽ വരുന്നുണ്ട്, വല്ലപ്പോഴും നടക്കുന്നത്. എങ്കിലും അത് വന്നിട്ടുണ്ട്. അത് അങ്ങനെ 100% ഒന്നും വേണ്ട. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു 40% മാത്രമേ സേഫ്റ്റി ഉള്ളൂ. നമ്മുടെ നാട്ടിലെ മനുഷ്യരെ, മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളാണെന്ന് ഞാൻ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പട്ടികളും പൂച്ചകളാണ്, അത് കഴിഞ്ഞ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുള്ളൂ. പക്ഷെ സ്ത്രീകൾ ഈ ഒച്ചത്തി വേളം ഉണ്ടാക്കുന്നതുകൊണ്ട് അവർക്ക് പറയാൻ പറ്റുന്നതുകൊണ്ടും സ്ത്രീകളുടെ പുറകെ അങ്ങ് ഇറങ്ങിയേക്കുക. സ്ത്രീകളാണ് ഈ സമൂഹത്തിൽ പീഡിപ്പിക്കുക, ഒരിക്കലുമല്ല. ഇങ്ങനെയുള്ള അവസരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ചിലർ സമ്മതിക്കായിരിക്കും. നാളെ ഇപ്പോൾ ഒരു ബസ്സേ കയറിയിട്ട് പെണ്ണിനെ തട്ടി മുട്ടി എന്നൊരു വീഡിയോ ഇടുന്ന സമയത്ത് ഇത് പറഞ്ഞാൽ ഇവർ അംഗീകരിക്കത്തില്ല, അല്ലെങ്കിൽ ഇവരത് ശ്രദ്ധിക്കത്തില്ല, ഇവരതിനെ എതിർക്കാൻ ഒരുപാട് പേര് വരും. പക്ഷെ ഞാൻ എന്നും പറയും, നമ്മുടെ നാട്ടിലെ സ്ത്രീകളെക്കാൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് കുട്ടികളാണ്. കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് കുട്ടികൾക്ക് അറിയത്തില്ല, പീഡിപ്പിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ അറിയത്തില്ല ഇവർ പീഡിപ്പിക്കപ്പെടുന്നത്. എന്തിനാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം പീഡിപ്പിക്കുന്ന അത്രയും കുട്ടികൾ ലോകത്തെവിടെയും കാണത്തില്ല. അപ്പൊ ഈ രാജ്യത്തുള്ള സകല കുട്ടികളും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തെല്ലാം രീതിയിലാണ് പീഡിപ്പിക്കപ്പെടുന്നത്? മതത്തിന്റെ പേര് പീഡിപ്പിക്കപ്പെടുന്നില്ലേ? കൊച്ചുകുട്ടികളുടെ ചക്ക് വെട്ടിക്കളയുന്നു. എന്തിന്? ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കുന്നതല്ലേ അത്? അവന്റെ അനുവാദമില്ലാതെ അവന്റെ ശരീരത്തിൽ കത്തിയോ വെക്കുന്നു. അതും അവനെ ജീവൻ രക്ഷിക്കാനെന്നുള്ള ഒരു ഡോക്ടർ ചെയ്യുന്ന പണിയല്ല. മതം, ആ ഇസ്ലാം മതത്തിലെ സുന്നത്ത് എന്ന സാധനം നിരോധിക്കേണ്ടതാണ്. ഒരു കാരണവശാലും ഒരു മനുഷ്യന്റെ ദേഹത്ത് അങ്ങനെ കത്തി വെക്കാൻ പാടില്ല, ഒരു കത്തി വെക്കാൻ പാടില്ല. അണ്ടിൽ അൺലെസ് അതിനൊരു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം, അതിന് ശാരീരിക അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് ഡോക്ടർ ചെയ്യേണ്ട ഒരു ആത്രി പണി മാത്രമാണ്. അല്ലാതെ ഒരാളെയും അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അതൊരു മതമായിട്ട് തന്നെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഇത് വലിയ സംഭവമാണ്, ഇത് തന്നെ നല്ലതിനാന്നൊക്കെ പറയുന്നത്. ഒരു കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവർ ചെയ്തോട്ടെ, അല്ലാതെ എല്ലാവരും ഒന്നും ഇത് വെട്ടിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ കൊച്ചുങ്ങളെ എടുത്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ മതാചാര പ്രകാരം ഹിന്ദുക്കളുടെ മതത്തിൽ കുറെ ഉണ്ട്. ക്രിസ്ത്യൻ മതത്തിൽ അത്ര പ്രശ്നമില്ല, ഹിന്ദു മതത്തിലുണ്ട്. ഇങ്ങനെ ഉള്ളുകയും ചാടുകയും ചൂലും കുത്തുകയൊക്കെ ചെയ്യുവാൻ. ഇപ്പൊ അതൊക്കെ നിരോധിച്ചിട്ടുണ്ട്. നേരത്തെ കൊച്ചുങ്ങൾ വരെ ചെയ്യുവാനിത്. ഇപ്പൊ അത്ര അലമ്പില്ല, മെന്റൽ ടോർച്ചറേ ഉള്ളൂ. പിന്നെ വിദ്യാഭ്യാസ സംവിധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധാന സമ്പ്രദായം മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ട് പിള്ളേർക്ക് സ്ട്രെസ് കൂട്ടി 10ാം ക്ലാസ് ആകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന പിള്ളേരുടെ എണ്ണം എത്ര? അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുപോലെ മാർക്ക് കൊടുക്കുവാണ്ട് ചെയ്തു, ഗ്രേഡ് ആക്കുവാണ്ടൊക്കെ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചു എൻ്റെ ഫ്ലെക്സും ബാനറും ബോർഡും നാട്ടുകാർ ഫിറ്റ് ചെയ്യും. എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ഈ സിസ്റ്റം മാറിയിട്ട് എന്താ കാര്യം? അപ്പോഴും കോമ്പറ്റീഷൻ ആണെന്നുള്ള രീതിയിൽ വീണ്ടും ഈ കുട്ടികളെ സ്ട്രെസ് ചെയ്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് കുട്ടികളാണ്. അവരൊരു പഠിച്ച് തീരുന്നിടം വരെ, അതായത് 21-22 വയസ്സ് വരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടും. അവർക്ക് പ്രതിരോധിക്കാൻ പറ്റത്തില്ല, പ്രതിഷേധിക്കാൻ പറ്റത്തില്ല, വീട്ടുകാരുടെ കാര്യങ്ങൾ അനുസരിച്ചേ പറ്റത്തുള്ളൂ. അത്രയും ഡിപ്പെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നു. അതും പലതരം മാനസിക രോഗികളുടെ വീട്ടിലാണ് ഈ കുട്ടികളൊക്കെ ജീവിക്കുന്നത്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു അപ്പനുണ്ടായിരുന്നു. അമ്മയ്ക്ക് നാർസിസ്റ്റ് വന്ന, അത് നാർസിസ്റ്റ് ആയിരുന്നു അമ്മ. ഒരു അമ്മയ്ക്ക് ആൻസൈറ്റി, വേറെ അമ്മയ്ക്ക് മൂഡ് ഡിസോർഡർ, വേറെ തന്തയ്ക്ക് സ്കീസോഫ്രീനിയ. ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് ബൈപോളാർ, വേറെ ആൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. എനിക്കാണല്ലോ, എനിക്കെന്താ അസുഖം എന്നറിയാവോ? എന്റെ മാനസിക രോഗം അടിപൊളി മാനസിക രോഗമാണ്. പെൺപിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത്.
കാരണം എന്നെ പോലുള്ള മാനസിക രോഗികളെ പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. എല്ലാ പെണ്ണുങ്ങളും എൻ്റെ പുറകെ വരും ഈ മാനസിക രോഗം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു മാനസിക രോഗം ഉണ്ട്, അന്വേഷിച്ച് നോക്കാം എന്തുവാണ്. അല്ലാതെ വേറെ പ്രശ്നമൊന്നും എനിക്കില്ല. പെൺപിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം, പെൺപിള്ളേർക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരാളായി മാറി ആ രോഗമുള്ളത്. എന്തോ ഒരു മാനസിക രോഗം അതെന്തിനാ ഒരു രോഗമാണെന്ന് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പെൺപിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാനസിക രോഗം എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്നെ നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അസുഖം. അവർക്ക് ഇങ്ങനെയുള്ള സ്വഭാവം ഉണ്ടാകും. പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് ചിന്തിച്ച്, അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുത്തേയില്ല. ദേഷ്യപ്പെടുന്ന പോലെ കാണിക്കാനേ പറ്റത്തുള്ളൂ, റിയലായിട്ട് ദേഷ്യം വരത്തില്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ളവരുടെ വീടുകളിൽ ജീവിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളവർ. പിന്നെ സിവിയറായിട്ടുള്ള അസുഖങ്ങൾ, ഇതുപോലെ കൊല്ലാനും കൊച്ചുങ്ങളെ ഉപദ്രവിക്കാനും ഒക്കെ തരത്തിലുള്ള അസുഖക്കാരെ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നാട്ടുകാർക്ക് അറിയാം, ആ പെണ്ണിനെ അറിയാം, വീട്ടുകാർക്ക് അറിയാം, പോലീസിനടക്കം അറിയാം. പോലീസ് ഇവനെ അറിയാവുന്ന ആൾക്കാർ, പോലീസുകാർക്ക് ഇവനെ അറിയാം ഇല്ലേ? ആശുപത്രിക്കാർക്ക് കൊച്ചിന് 2 കൈ ഒടിഞ്ഞിരിക്കുന്നത് കണ്ടിട്ടും ആ കൊച്ചിന്റെ ശരീര പരിശോധനയും അതിനോടൊന്ന് സംസാരിച്ചറിയാനോ അല്ല ഇതിനകത്തൊരു ചെറിയൊരു ദുരൂഹത ഉണ്ടെന്നൊരു സംശയം പോലും തോന്നാത്ത രീതിയിൽ ഒരു കൊച്ചവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നാണക്കേടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ ഒന്ന് ചിന്തിക്കാനോ ഒരു സംശയങ്ങളും ഉണ്ടാവണം. അതാണ് സിസ്റ്റത്തിന്റെ വീക്ക്നെസ്. ഈ സിസ്റ്റം ഭയങ്കര വീക്കാണ്. ഈ സിസ്റ്റത്തിനകത്തുള്ള ഗവൺമെന്റ് ഫെസിലിറ്റീസ് ആയ പോലീസ് സ്റ്റേഷനിലൂടെ അപ്പനും ഗവൺമെന്റ് ആശുപത്രിയിലൂടെ കൊച്ചും പബ്ലിക് സർവീസിലൂടെ ഇവരെല്ലാവരും ഒന്നിച്ചും ഈ പറഞ്ഞ സമൂഹത്തിന്റെ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റത്തിനകത്ത് എല്ലാം കൂടെ നിന്നുകൊണ്ട് ഒരു വീടിനകത്ത് പൊതുജനത്തിന്റെ ഇടയിൽ ജീവിച്ചു പോകുന്ന, ഇതിനിടയിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരെ പറഞ്ഞിട്ടുള്ള ഈ കൊച്ചിനെ നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ട് എന്റെ തേപ്പിച്ചേക്കും എന്ന് പറഞ്ഞൊരു അമ്മായിയപ്പനടക്കം നിൽക്കുമ്പോൾ എന്തുകൊണ്ട് എങ്ങനെ ഇത് നടന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. മനസ്സിലായി? അല്ലാതെ ഇതിനകത്ത് സെന്റിയൊന്നും ഇല്ല. കൊച്ചു മരിച്ചതിനകത്ത് എനിക്ക് ഒരു സെന്റിമെന്റ്സും ഇല്ല. ഇനി ഇതുപോലെ ഒരുപാട് കൊച്ചുങ്ങൾ മരിക്കാനുള്ളതാണ്. ആർക്കറിയാതെ ഇതെന്താ നിന്നോ? കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു കൊച്ചിനെടുത്ത് എറിഞ്ഞത്. അത്രയും കൊച്ചിന് അവനെ ഭർത്താവ് മരിച്ചപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഒരു ഇതിന്റെ കൂടെ പോയി താമസിക്കാൻ തോന്നിയ ആ പെണ്ണിന്റെ മാനസിക നില എന്തായിരിക്കും? ഇവർക്കെല്ലാം മാനസികമായിട്ട് എന്താ പ്രശ്നമുള്ളവരാ. ആ പെണ്ണിനും പ്രശ്നമുണ്ട്, അവനും പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് പെണ്ണിന് ഈ കൊച്ചിനോട് അത്രയും എമ്പതി തോന്നാത്തത്. അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചോ. ഇതിനകത്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഈ വ്യക്തികൾക്ക് പ്രശ്നമുണ്ട്. അവർക്ക് തീരെ എമ്പതിയില്ല. അവർക്ക് ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത്, വേറെ ആളെ സങ്കടപ്പെടുന്നത് കണ്ടാൽ ഒന്നും തോന്നത്തില്ല. അവർക്ക് അവരുടെ സുഖം എന്ന് പറയുന്ന എന്തോ ഒരു സാധനത്തിൽ മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത്. അങ്ങനെയുള്ളവർ അത് മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. അവർക്ക് അവരുടെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ. അവരുടെ തൊട്ടപ്പത്തിരിക്കുന്ന കുഞ്ഞിനെ വേണ്ടത്ര ശ്രദ്ധിക്കത്തില്ല. ഇവര് കാട്ടിക്കൂട്ടും കിടന്നുകൊണ്ട്. ആ കാട്ടിക്കൂട്ടിൽ പോരാ. അതിന് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ത്രെഡ്സ് ഉണ്ടാകുന്നു ആ കുഞ്ഞിന്. ഡയറക്റ്റ് ത്രെട്ട് എന്ന് പറയുന്നത് അവന്, ഇൻഡയറക്റ്റ് ത്രെട്ട് എന്ന് പറയുന്നത് ഇവളുമാണ്, എൻ്റെ അമ്മ. അതിന്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് അത് സേഫ് അല്ലാത്ത. ഈ തള്ളെ കണ്ട് സംസാരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നപ്പോൾ ചിലപ്പോൾ ഇത് ആരോടെ എന്താണെന്നൊക്കെ അറിയാവുന്നവർക്ക് വേണമെങ്കിൽ അത് പോലീസിൽ പരാതിപ്പെടേണ്ട സമയം അവർ എന്തുകൊണ്ടത് ചെയ്തില്ല? ഇവിടെ ഉള്ളവർ അയൽവക്കാർക്ക് അല്ലെ അമ്മായപ്പൻ അറിയാമെന്നല്ലോ. അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതാകുന്നത് എന്തുകൊണ്ടാണ്? ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് അങ്ങനെ ഒരു പഠനം ഇല്ലാത്തതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ പോലീസിന് അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഇതിനകത്ത് ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ? ഇതുപോലത്തെ ഇഷ്യൂ ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇതൊക്കെയാണ് സംഭവിച്ചത്. കൊല്ലും, പക്ഷെ പിടിക്കും. പിന്നെ ഈ പറഞ്ഞ ഡ്രാമയൊക്കെ TV കൂടെ കാണാം. ഇതെല്ലാം അറിയാവുന്നല്ല. അതിന് മുമ്പ് എന്ത് ചെയ്തു? എത്ര കുട്ടികൾ ഇവിടെ ഇതിനു മുമ്പ് രക്ഷപ്പെടുത്തി? അതിന്റെ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. എല്ലാം ചത്തു കഴിയുമ്പോൾ പോലീസുകാർ ഓടിച്ചിട്ട് പിടിച്ചിട്ട് മാധ്യമങ്ങൾ എടുത്ത് അങ്ങോട്ടിട്ട് കവിത എഴുതുന്നതല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? പിന്നെ ഒരു പ്രാവശ്യം ചട്ടകം പഠിപ്പിച്ച് വെച്ച ഒരു കൊച്ചിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. ടീച്ചർമാരെല്ലാം കൂടെ കണ്ടുപിടിച്ചത് അമ്മയെ പിടിച്ചോണ്ട് പോകുന്നു. അങ്ങനെയൊക്കെ ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. വാർത്ത നല്ലൊരു വാർത്തയാണ്, വളരെ നല്ലൊരു വാർത്തയാണ്. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യാനും എന്തോരം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ. എന്തെല്ലാം ഹെൽപ്പ് ലൈൻ, ചൈൽഡ് ഹെൽപ്പ് ലൈൻ, സൂയിസൈഡ് ഹെൽപ്പ് ലൈൻ 5 മണി കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് കേട്ട്. എന്തോ ശരിയാണോ എനിക്കറിയത്തില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ആരും ഒരാൾ പറഞ്ഞാണ്. ഇതൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളല്ലേ. ഇതിന്റെ പ്രശ്നം എവിടെ ഇരിക്കുന്നത് ഇനിയും കൂടെ പറഞ്ഞുതരാം. ഞാൻ ഈ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടു, എല്ലാം അത് ഇടാറുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ മത്സരിച്ചപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഞാൻ പറയുന്നുണ്ട്. ഇത് വേണമെന്ന് പറയുന്നുണ്ട്. ഒരു ആശുപത്രിയും പോലീസ് സ്റ്റേഷനും ഈ പറഞ്ഞ പൊതുപ്രവർത്തകരും MLAയും രാഷ്ട്രീയക്കാരുടെ അടുത്തടക്കം ഒരു ലിങ്ക്, ഒരു കോമൺ ലിങ്ക് ഇതിനകത്ത് വേണം. ഇത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുമ്മാ റിപ്പോർട്ട് അടിച്ച് വെക്കാനെങ്കിലും പറ്റണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മനുഷ്യരെ പറ്റിയും ഓരോരുത്തർ ഓരോ റിപ്പോർട്ട് ഉണ്ടാക്കും. അതിന് തെളിവുകളുണ്ടാകും. അതിനൊരു കാരണം ഉണ്ടാവും. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും ഫോളോ ചെയ്യുകയും അല്ലെങ്കിൽ അതിന് തക്കതായ സൊല്യൂഷൻസോ ആക്ഷൻസോ എന്തും എടുക്കുന്ന ഒരു ഗവൺമെന്റ് സിസ്റ്റം ഇവിടെ ഉണ്ടെങ്കിൽ ഈ അമ്മായിപ്പം തീർച്ചയായിട്ടും അതിനകത്ത് അടിച്ചു വെക്കും. എൻ്റെ കൊച്ചുമോനെ എനിക്ക് കിട്ടണം, കാരണം ഇപ്പോൾ താമസിക്കുന്ന ചെറുപ്പക്കാരൻ പ്രശ്നക്കാരനാണെന്നും അവൻ ഇങ്ങനെ കുട്ടിയെ ഉപദ്രവിച്ചെന്ന് പറയുമ്പോൾ ഉടനടി ആക്ഷൻ എടുക്കണം. അയാൾക്ക് സെക്യൂരിറ്റി കിട്ടണം, അയാളുടെ ലൈഫ് സെക്യൂർഡ് ആയിരിക്കണം, സേഫ് ആയിരിക്കണം, കുട്ടിക്ക് ഒരു അക്രമം ഇനി ഉണ്ടാവാതിരിക്കാൻ നോക്കണം. ഈ സാധനം റിപ്പോർട്ട് ആയിരുന്നെങ്കിൽ തന്നെ അവൻ ചിലപ്പോൾ കൊച്ചിനെ ആക്രമിക്കാനുള്ള സാധ്യത കുറവാണ്. പോലീസ് ഇതിന് മുമ്പ് ഇടപെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ ആക്രമിക്കാതിരിക്കാൻ സാധ്യത കുറയുകയാണ്. പിന്നെ അതിൽ നിന്ന് ആ കൊച്ചിനെ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റണം. അതിനാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചൈൽഡിനെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഫെസിലിറ്റിയിലൂടെ മാറ്റുക, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കണം. ഹൈ റിസ്ക് ആണ്, വലിയ റെസ്പോൺസിബിലിറ്റി ആണ്. അതിന് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ പെണ്ണിനൊക്കെ ചിലവൊക്കെ നമുക്ക് പൈസ മേടിച്ചോണ്ടിരിക്കാം. കോടതി അങ്ങനെയൊക്കെ മേടിച്ചോണം. അവരങ്ങ് ഇട്ടിട്ടങ്ങ് പോകാനൊന്നും സമ്മതിക്കരുത്. അവൾ അതിനുള്ള ഫീസ് അടയ്ക്കണം, ഇവിടെ വലിയ അമ്മായിപ്പൻ അടയ്ക്കണം,
ആ കൊച്ചിന്റെ സ്വത്തുക്കളെല്ലാം നമ്മൾ പറഞ്ഞ പോലെ എന്താ പറയുക ഗവൺമെന്റ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കുട്ടിക്ക് പഠിക്കാനുള്ള അതിനുള്ള ചെലവുകളൊക്കെ കണ്ടെത്തി കൊടുക്കണം. അതിന്റെ സ്വത്തടക്കം അതിന് കിട്ടണം. അപ്പോഴാണ് കൊച്ചിനെ തട്ടിക്കളഞ്ഞപ്പോഴും ഒന്നും ഇല്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് പോലീസുകാർ തന്നെ ഇതും പിടിച്ചുകൊണ്ട് നടക്കുമോ, പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. എന്തൊരു പിടുത്തം പിടിച്ചത്. ഇതാണ് ഈ നാട്. എടോ ഇതൊക്കെ മനസ്സിലാക്കാൻ ഇതിന് വലിയ തല ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് കറക്റ്റ് ചെയ്യാൻ. മനസ്സിലായോ? ഇവിടുത്തെ പട്ടിയെയും പൂച്ചയടക്കം കൊല്ലുന്നതിനകത്ത് ഞാൻ പറഞ്ഞുതരാം, നിർത്തി തരാന്ന്. മനസ്സിലായോ? കൊച്ചുങ്ങളൊന്നുമല്ല, ഇമാതിരി ആയിട്ട് എല്ലാം നിർത്താം. ഒരുത്തിനും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. നേരത്തെ അറിയിക്കണമെന്നേ ഉള്ളൂ. എല്ലാവരും റിപ്പോർട്ട് ചെയ്യണം. ആരോട് റിപ്പോർട്ട് ചെയ്യും? ആര് വന്നിട്ട് കേൾക്കും? ഞാൻ അന്നേ പറഞ്ഞു, എല്ലാവരോടും ഞാൻ വീഡിയോ ഇട്ടതാ ഇലക്ഷൻ വന്നപ്പോൾ. നിങ്ങൾ എന്തെങ്കിലും കുഴപ്പം കണ്ടാൽ നിങ്ങൾക്ക് ആരോട് പറയാൻ പറ്റുമെന്ന് അറിയാവോ? ഇവിടെ ഒരു റോഡ് ഭയങ്കരമായിട്ട് കുഴിയായിട്ട് കിടന്നു. ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നാണ് പറയുന്നത്? അതുപോലെ അങ്ങനെയല്ലത്. ഇതിനകത്താണ് ട്രാൻസ്പെറൻസി വരേണ്ടത്. ട്രാൻസ്പെറൻസി സിസ്റ്റം ഡെവലപ്പ് ആയാൽ അതിനോട് പാരലായിട്ടെന്നല്ല, അതിന് ചുറ്റുപാട് മുഴുവനും ഇതേപോലുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായി സംഭവിക്കും. അതിനാരും വലിയ തലപൊക്കഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങാത്തുള്ള ഒറ്റ പ്രശ്നമാണ് നിങ്ങൾക്ക്. ഇതൊരു കുറെ വർഷങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഈ കേസ്. ഇത് എന്തെല്ലാം എങ്ങനെയൊക്കെ തൊടാൻ പറ്റി, എന്ത് വന്നാലും ഇത് ഡേറ്റയ്ക്കകത്ത് വരുന്നുണ്ട്. ആ ഡേറ്റാബേസ് വെച്ച് വർക്ക് ചെയ്യാനായിട്ട് വെറും സിസ്റ്റം. മനസ്സിലാവും? ഫുൾ സിസ്റ്റത്തെ നല്ലപോലെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സിസ്റ്റം അഡ്വാൻസ്ഡ് ആണ്, ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. സിസ്റ്റം അഡ്വാൻസ് അല്ല, ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ് സിസ്റ്റം കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ഈ 5G മേലും വന്ന് നിന്നിട്ടും ഈ കൊച്ചു മരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ എററാണ്. ആ സിസ്റ്റം മനസ്സിലാവാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല. ഞാൻ ഈ പറയുന്ന ലിങ്കുകൾ എന്ന് പറയുന്നത് ക്രോസ് ലിങ്ക് ചെയ്ത് എല്ലാവരെയും കേട്ട ഇതിനകത്ത് ഓരോ വീട്ടിലെയും ഇറങ്ങി ചെന്നിട്ട് മനസ്സിലാക്കേണ്ടത് ഇവിടെ നിൽക്കുന്നവൻ എന്താണ് ജോലിയെന്നും അവൻ എന്താണ് സ്വഭാവക്കാരെന്നുമാണ്. മനസ്സിലായോ? ഇവർക്ക് വരുമാനമുണ്ടോ? എന്താണ് വരുമാനത്തിന്റെ സോഴ്സ്? വരുമാനത്തിൽ കഴിഞ്ഞവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ മാനസിക നില തെറ്റി ആരെങ്കിലും വീട്ടിലുണ്ടോ? ഈ നാട്ടിൽ എന്തെങ്കിലും ക്രൈംസോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളോ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നടത്തിയിട്ടുണ്ടോ? മനസ്സിലായോ? കുട്ടികളോട് അവരെങ്ങനെയാണ് ഇടപെടുന്നത്? വീട്ടിലെ കുട്ടികളെ ഇടയ്ക്കൊക്കെ പോയി പരിശോധിക്കണം. വീടുകളിൽ ഈ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഒന്ന് ഒഴിവാക്കിയിട്ട് സകല വീട്ടിലും കയറി ഒന്ന് നോക്ക് പോലീസെ. ഇത് ഒരു ആവശ്യമാണ്, ഉത്തരവാദിത്തമാണ്. ആ പിങ്ക് പോലീസിന് പണിയില്ല. ആൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന, നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന രണ്ട് കവിതാക്കളുടെ ഇടയിൽ ചെന്ന് അതിനകത്ത് കമ്പിട്ട് കുത്തുകയും അവരുടെ വീട്ടിൽ വിളിച്ച് പറയുക അല്ല നിങ്ങളുടെ പണി. ഈ അവസരത്തിൽ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചെങ്കിലും മനസ്സിലാവുന്ന രീതി പറയുക. അവരെവിടെയെങ്കിലും ഇരുന്നോട്ടെ. അതിനകത്തൊക്കെ ചെന്ന് കയറാൻ ആരാ നിങ്ങളെയൊക്കെ പറഞ്ഞു വിടുന്നത്? നാണം കിട്ടാ വർഗവേ. നാണം ഉളുപ്പുമില്ലാതെ ജീവിക്കുന്ന നിങ്ങളെയൊക്കെ എന്ത് ചെയ്യും? ഇതേണ്ട ഇപ്പൊ ഡ്രഗ്സ് പിടിക്കാൻ നടക്കുന്നു. അതിലും വലിയ ദ്രോഹം ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ അടിച്ചാടിമകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് കിട്ടാതായാൽ കുറെ പേര് ആത്മഹത്യയും കൊലപാതകം നടക്കും. അതൊന്നും അറിയണ്ട. ചുമ്മാ അന്ന് പിടിക്കുക. ഇനി ആരെങ്കിലും ഒരു സ്വമേധയാ വന്നത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നെ രക്ഷിക്കാൻ പറഞ്ഞാൽ നിങ്ങളിൽ എന്താ ഉള്ളത്? അപ്പോഴും അവന്റെ മൊബൈൽ എടുക്കുക, നോക്കട്ടെ, നിന്റെ ഗൂഗിൾ പേ നോക്കട്ടെ, മറ്റവന്മാരെ പിടിച്ചോണ്ടോ, നിന്നെ അകത്തിടാൻ പോവുക. ഇതൊക്കെയല്ലേ ചെയ്യാൻ അറിയത്തുള്ളൂ. ഇത്രയല്ലേ അറിയത്തുള്ളൂ. അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ സ്വന്തം വീട്ടിൽ സംഭവിക്കും എന്തെങ്കിലും ഒരിക്കൽ, ഇന്നല്ലെങ്കിൽ നാളെ.